അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പത്താവ്. ഇത് അനില. 40 വയസ്സാണ് അനിലക്ക് പ്രായം. ഇന്നലെ സ്വന്തം ബേക്കറി കട പൂട്ടി വീട്ടിലേക്ക് കാറിൽ തിരിച്ചു വരികയാണ്. കൂടെ കടയിലെ ജീവനക്കാരനാണ് സോണി എന്ന് പേരുള്ള ഒരു യുവാവും കൂടെയുണ്ട്. രണ്ടുപേരും രാത്രി കടപൂട്ടി വീട്ടിലേക്ക് വരികയാണ്. അനില ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വരവ് തൻ്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്നുള്ളത്. ആ ഒരു കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അനിലക്ക് എന്തൊക്കെയോ ചില അപകടങ്ങൾ സംഭവിക്കാനിരിക്കുന്ന പോലെ ഏതോ ഒരു വാഹനം തന്നെ പിന്തുടരുന്നതായിട്ട് അനിലക്ക് തോന്നി. പക്ഷേ ആ ഒരു മിററിലൂടെ നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് പൊടുന്നനൊരു ഒമ്നി വാൻ അനിലയുടെ കാറിൻ്റെ മുന്നിൽ വന്ന് നിർത്തി. അനിലക്ക് എന്താണ് സംഭവിക്കുന്നത്? വല്ല തട്ടിക്കൊണ്ടു പോകാൻ വരുന്ന ആളുകളാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ വരുന്ന ആളുകളാണോ? ഒന്നും മനസ്സിലായില്ല. ആ കൂടെ ഉണ്ടായിരുന്ന യുവാവ് സോണി ആകെ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് സംഭവിക്കുന്നത്? പൊടുന്നനെ ആ ഒരു കാറിൻ്റെ മുന്നിലേക്ക് വന്ന ഒമ്നി വാൻ ഈ ഒരു കാറിനോട് നേരത്തെ ചേർത്തുകൊണ്ട് നിർത്തി. അതിൻ്റെ ചില്ല് താഴ്ത്തിയിട്ട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോഴാണ് ആ ഒമ്നി വാലുണ്ടായിരുന്ന ആളുടെ മുഖം കണ്ടിട്ട് അനില ഞെട്ടിത്തരിച്ചു പോയത്. സ്വന്തം ഭർത്താവ് പത്മരാജൻ. അത് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ അയാൾ തൻ്റെ വാഹനത്തിൽ കരുതിയിരുന്ന പെട്രോൾ എടുത്തുകൊണ്ട് ഈ ഭാര്യയുടെ വാഹനത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് തീ കൊളുത്തി. തീയാകെ ആളിപ്പടർന്നു. ആ സ്റ്റിയറിങ്ങിൻ്റെ മുന്നിൽ ഡ്രൈവറായിട്ടിരുന്ന അനില അവിടെ കിടന്നുകൊണ്ട് തീ പിടിച്ച് വെന്തു മരിച്ചു. തീപ്പൊള്ളലേറ്റ സോണി അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു. ആളുകൾ കാണുന്നൊരു കാഴ്ച, 2 വാഹനങ്ങൾ തമ്മിൽ ഒന്നിച്ചിരിക്കുന്നു, അതിന് തീ പിടിക്കുന്നു, ആരൊക്കെയോ ഇറങ്ങി ഓടുന്നു. ഈ തീപിടുത്തത്തിനിടയിൽ പത്മരാജൻ്റെ മേലും പൊള്ളലേറ്റു. അയാൾ നേരെ ആ 2 വാഹനങ്ങളും കത്തിയമർന്നു. കാരണം പെട്രോളാണ്. 300 രൂപയുടെ പെട്രോളാണ് ഈ പത്മരാജൻ എന്ന 60 വയസ്സുള്ള ഒരാൾ സ്വന്തം ഭാര്യയെ അതിക്രൂരമായിട്ട് സുഹൃത്തിനെയും കൊലപ്പെടുത്താൻ വേണ്ടി വാങ്ങിയത്. ഈ പത്മരാജൻ മേലാകെ ചില ഭാഗങ്ങളിലൊക്കെ പൊള്ളലേറ്റെങ്കിലും ഒരു ഓട്ടോ പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. പോലീസ് അത്ഭുതപ്പെട്ടു പോയി. ഷർട്ടൊക്കെ ഒഴിവാക്കി ഒരു മനുഷ്യൻ തീപ്പൊള്ളലേറ്റ്, ചെറിയ പൊള്ളലേറ്റ് സ്റ്റേഷനിലേക്ക് കയറി വരുന്നു. എൻ്റെ ഭാര്യ ഞാൻ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞു. കാരണം അവൾക്ക് മറ്റൊരുത്തനുമായിട്ട് ബന്ധമുണ്ട്. പലതവണ ഞാൻ പറഞ്ഞതാണ്, ആ ബന്ധം പാടില്ല, അവനുമായുള്ള സൗഹൃദങ്ങൾ പാടില്ല, ആ ബന്ധം ഉപേക്ഷിക്കണം. അങ്ങനെ ഒരു ബേക്കറി കടവൾ തുടങ്ങരുതെന്ന് ഞാൻ പറഞ്ഞതാണ്, കേട്ടില്ല. എൻ്റെ വാക്കനുസരിക്കാതെ അവരുമായി സൗഹൃദത്തിൽ നടന്നു. ഒടുവിൽ എനിക്കത് ചെയ്യേണ്ടി വന്നു എന്നുള്ളത്. തൻ്റെ കാറിൻ്റെ മുൻപിൽ മറ്റൊരു കാറിലെത്തിയ ഒമ്നി വാനിലെത്തിയ ഭർത്താവ് ഇടിച്ചു നിർത്തിയിട്ട് ആ കാറിലേക്ക് പെട്രോൾ ഒഴിക്കും മുൻപ് അനില എന്ന ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അരുതേ, ചെയ്യല്ലേ, എന്നെ കൊന്നു കളയല്ലേ എന്ന് പറഞ്ഞ് കരഞ്ഞു പറഞ്ഞപ്പോൾ ആ ഭർത്താവ് പറഞ്ഞ വാക്ക്, ഇല്ല, നിനക്ക് മാപ്പില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു പെട്രോള് ഇവരുടെ കാറിലേക്ക് ഒഴിച്ചിട്ട് ആ തീ കൊടുത്തിയത്. സത്യത്തിൽ ഈ ഒരു അനില എന്ന് പേരുള്ളൊരു ഭാര്യ തൻ്റെ കടയിലെ ജീവനക്കാരനായി സോണി വീട്ടിൽ കൊണ്ടാക്കാനാണ് പോകുന്നത്. ഇയാൾ നേരത്തെ പ്ലാനഡാണ് ഈ അനിലയെയും അവളുടെ ആൺസുഹൃത്തായ ഈ ഹനീഷ് ലാൽ എന്ന പേരുള്ള ആ ബേക്കറിയിൽ പാർട്ട്ണർഷിപ്പുള്ള ആളിനെയും ഒന്നിച്ചു കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് പെട്രോൾ 300 രൂപയ്ക്ക് പെട്രോൾ 4 മണിക്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. പലപ്പോഴും അനില ബേക്കറി പൂട്ടിയിട്ട് വരുമ്പോൾ ഈ ഒരു പാർട്ട്ണർഷിപ്പുള്ള ഹനീഷ് ലാലിൻ്റെ ഒപ്പമാണ് അയാളും കാറിലുണ്ടാവലുണ്ട്. അങ്ങനെ പലതവണ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാറിൽ ഇയാൾ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പിലാണ് ഈ ഭർത്താവ് പത്മരാജൻ പെട്രോൾ ഒഴിച്ചിട്ട് ഈ വണ്ടി ക്രോസ് ചെയ്ത് ഇടിച്ചിട്ട് ഈ പെട്ടെന്ന് ഒഴിച്ചത്. പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ ഒരു പാവം ജീവനക്കാരനായ സോണിയാണ് അതിലുണ്ടായിരുന്നത്. ഈ ആൺസുഹൃത്തായ ഹനീഷ് ലാൽ പിറകിൽ ബൈക്കുമ്പോൾ വരുന്നുണ്ട്. ഇയാൾക്കറിയില്ല അയാൾ ബൈക്കിലാണ് വരുന്നത്, കാറിലാണെന്ന് കരുതിയിട്ടാണ് ഈ കൊടും ക്രൂരത ചെയ്തത്. അതുകൊണ്ടാണ് ഇയാൾ ഭാര്യയോട് മാപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഈ ക്രൂരത ചെയ്തിട്ട് സ്വയം പോലീസിൽ കീഴടങ്ങിയത്. അപ്പോൾ ഇയാൾ പലതവണ ഭാര്യയോട് പറഞ്ഞതാണ്, നീ ബേക്കറി തുടങ്ങരുത്. അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ തന്നെ തുടങ്ങിയപ്പോഴാണ് ആൺസുഹൃത്തായ ഹനീഷ് ലാൽ 1.5 ലക്ഷം രൂപ എങ്ങനെയാണ് മൂപ്പര് ഷെയർ എടുത്തത്. അതോടുകൂടി ഭയങ്കര വഴക്കായി. ഒടുവിൽ പഞ്ചായത്ത് അംഗങ്ങളെ കൂടി തീരുമാനിച്ചു, അയാൾക്ക് കൊടുക്കാനുള്ള കാശ് കൊടുത്താൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞു. അത് ഈ ഡിസംബർ 10 ആ 1.5 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പത്മരാജൻ പറഞ്ഞതാണ്. അങ്ങനെ അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ കാശ് കിട്ടിയാൽ ഞാൻ എൻ്റെ പാർട്ട്ണർഷിപ്പ് ഒഴിയാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ അപ്പോൾ ഇയാളിടയ്ക്ക് കടയിൽ വരുന്നതും പാർട്ട്ണർഷിപ്പ് കൂടിയതൊന്നും പത്മരാജന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതിനെ ചൊല്ലിയിട്ട് പത്മരാജനും ഹനീഷ് ലാലും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒടുവിലാണ് പഞ്ചായത്തൊക്കെ ഇടപെട്ടിട്ട് ആ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പാർട്ട്ണർഷിപ്പ് ഒഴിയാമെന്ന് പറഞ്ഞത്. തൻ്റെ ഭാര്യയ്ക്ക് താനറിയാതെ ഒരു ആൺസുഹൃത്തും അവരുമായുള്ള പണമിടപാടുകളും തൻ്റെ ഇഷ്ടമില്ലാതെ ബേക്കറിയിൽ ഈ ഷെയറായി ചേർത്തതൊന്നും ഇയാൾക്ക് സഹിച്ചിരുന്നില്ല. അതിനാണ് അതിൻ്റെ പകയാണ്, അടങ്ങാത്ത പകയാണ് ഈ കൊടും ക്രൂരത ചെയ്തത്. പക്ഷേ അതിൽ തീപ്പൊള്ളലേറ്റ സോണി എന്ന് പേരുള്ള ഒരു പാവം ജീവനക്കാരൻ, അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. ആ പകയിലാണ്
ഈ ഒരു അനില എന്ന് പേരുള്ള ആ ഒരു യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ദാ എല്ലാ കുറ്റവും ചെയ്തിട്ട് മാപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ജേതാവിനെ പോലെ സ്വയം ജഡ്ജിയും ആരാച്ചാരും കോടതിയുമായ ഭർത്ത പത്മരാജൻ പിന്നീട് പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. ഈ ഒരു ഭാര്യ അനില, ഈ ഒരു പത്മരാജൻ രണ്ടാമത് വിവാഹം കഴിച്ചതാണ് അനിലയെ. അനിലയ്ക്ക് 40 വയസ്സേ പ്രായമുള്ളൂ. ഇയാൾക്കാണെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. പലപ്പോഴും ഇയാൾക്ക് ഭാര്യയെ സംശയമാണ്, തന്നെ കൊണ്ട് പലതിനും കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആരോടെങ്കിലും ചിരിച്ചാലോ സൗഹൃദം കാണിച്ചാലോ അത് മറ്റു പല രീതിയിലേക്കുള്ള ബന്ധങ്ങളായിട്ടാണ് ഈ പത്മരാജൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനൊരു ബേക്കറി കട തുടങ്ങാൻ വേണ്ടി പത്മരാജൻ്റെ കയ്യിൽ നിന്ന് ഭാര്യ കുറച്ച് കാശൊക്കെ വാങ്ങി. ആ ബേക്കറി കട തുടങ്ങാൻ നേരത്ത് ഈ ഭാര്യയോട് ഇയാൾ പറഞ്ഞത്, വേണ്ട, നമുക്കിങ്ങനെ ഒരു ബേക്കറി കട വേണ്ട. കാരണം സംശയമാണ്. കാരണം ഒരു ബേക്കറി കടയൊക്കെ ഇട്ട് ബേക്കറിയുടെ മുതലാളിയായിട്ട് തൻ്റെ ഭാര്യ മാറിക്കഴിഞ്ഞാൽ തന്നെ ഇനി വേണ്ടാതാവും, മറ്റു പല സൗഹൃദങ്ങളാവും, തന്നോട് ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവരോടാവും ചിരിക്കുക എന്നുള്ള സംശയങ്ങൾ ഇയാൾക്ക് വരാൻ തുടങ്ങി. പക്ഷേ ഭർത്താവിൻ്റെ വാക്ക് കേൾക്കാതെ അനില സ്വന്തമായിട്ടൊരു ബേക്കറി തുടങ്ങി. ഒടുവിൽ ഈ പത്മരാജൻ പറഞ്ഞു, ഇയാളെ സുഹൃത്ത് ബന്ധം മുഴുവനും ഉപേക്ഷിക്കണം, അയാളെ ഷെയർ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. ഒടുവിൽ ഒരു ചർച്ച നടത്തി. ഈ ഡിസംബർ 10 അല്ലെങ്കിൽ 8 ക്യാഷ് എനിക്ക് തിരിച്ചു തന്നാൽ ഞാൻ ഷെയർ ഒഴിവാക്കാമെന്നായി. അങ്ങനെ ആ കാശ് കൊടുക്കാമെന്നുള്ള ഡേറ്റ് ആയിരുന്നു 8-ാം തീയതിയോ 10-ാം തീയതിയോ. അതിനിടയിലാണ് ഇന്നലെ അതിക്രൂരമായിട്ട് ഈ പത്മരാജൻ എന്ന ഭർത്താവ് സ്വന്തം ഭാര്യയെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ഈ ഒരു ക്രൂരത ചെയ്തിട്ട് ഈ ഭർത്താവായി പത്മരാജൻ പോലീസിനോട് പറഞ്ഞത്, എനിക്കൊരിക്കൽ പോലും ഒരു കുറ്റബോധമില്ല എൻ്റെ ഭാര്യ ഇങ്ങനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയതിൽ. എനിക്ക് 14 വയസ്സുള്ള എൻ്റെ മകളെ ഓർത്തിട്ട് മാത്രമാണ് വിഷമം. ഈ ഒരു 3 മാസം മുൻപാണ് ഇവർ ഈ ബേക്കറി സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് പറഞ്ഞതാണ് ഈ സുഹൃത്ത് അനീഷിനായിട്ട് കൂടരുത് എന്നുള്ളത്. പക്ഷേ ഭാര്യ ഇത് കേട്ടില്ല. ഇതിനെ ചൊല്ലിയിട്ട് ഈ ഒരു ഭാര്യയുടെ സുഹൃത്തിനോട്, ആ പാർട്ണറായ സുഹൃത്തിനോട് കടയിൽ വെച്ച് പ്രശ്നം ഉണ്ടാവുകയും ആ ഭാര്യയുടെ മുന്നിലിട്ടിട്ട് ഈ ഭാര്യയുടെ സുഹൃത്ത് ഈ ഭർത്താവിനെ ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടും അന്ന് ഈ ഭാര്യ നോക്കി നിന്നത്രേ. തടയാനോ പിടിച്ചു മാറ്റാനോ ഒന്നും ശ്രമിച്ചില്ല. അതോടുകൂടി അയാളുടെ ഉള്ളിൽ വലിയ മാനസിക വിഷമം ഉണ്ടാക്കി, അതൊരു വലിയ പകയുണ്ടാക്കി. സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ടിട്ട് ഭാര്യയുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ സ്നേഹിതൻ ഭർത്താവിനെ ക്രൂരമായി മർദ്ദിച്ചിട്ട് നോക്കി നിൽക്കുന്നൊരു ഭാര്യ. അന്ന് അയാൾ ഉറപ്പിച്ചതാണ്, എന്ത് വന്നാലും അവളെ ഇല്ലാതെയാക്കുന്നില്ല, അതാണ് ഞാൻ ചെയ്തത് എന്നുള്ളതാണ് ഇയാൾ പോലീസിന് കൊടുത്തൊരു മൊഴി. സ്വന്തം പങ്കാളി വഞ്ചിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്തും ചെയ്യും. ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യ തന്നെ വഞ്ചിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, തൻ്റെ ഭാര്യ തന്നെ അനുസരിക്കുന്നില്ല, മറ്റൊരാളുമായിട്ടാണ് സൗഹൃദം തോന്നിയാൽ ഒരു ഭർത്താവ് എന്താ ചെയ്യാന്നറിയോ? ഒട്ടുമിക്ക ഭർത്താക്കന്മാരും ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അവളെ അങ്ങ് തീർത്ത് കളയാം എന്ന് കായികമായിട്ട് ചിന്തിക്കുക ചെയ്യുക. ചില ആളുകൾ മർദ്ദനങ്ങളോ അല്ലെങ്കിൽ അത് ഡിവോഴ്സിലേക്ക് എത്തുന്നതിനേക്കാൾ ഇത്തരം ആളുകളുടെ ഒരു മൈൻഡിൽ വരിക അങ്ങനത്തെ ഒരു ക്രൂരത ചെയ്യാനുള്ള ഒരു മാനസിക നിലയിലേക്ക് ഈ ഭർത്താക്കന്മാർ വരും. എന്നാൽ സ്വന്തം ഭർത്താവ് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ തന്നെ ചതിക്കുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഭാര്യ എന്താ ചെയ്യുക? പലതും ചെയ്യും. ഒന്നാമത് ചെയ്യുക, ഈ ഒരു ഭർത്താവിനെതിരെ വല്ല ഗാർഹിക പീഡന പരാതിയൊക്കെ കൊടുത്ത് ഭർത്താവിൻ്റെ ജീവിതം മുച്ചൂട് മുട്ടിക്കും. അല്ലെങ്കിൽ സഹിച്ചുകൊണ്ട് എടങ്ങറായി കരഞ്ഞുകൊണ്ട് ജീവിക്കും. അല്ലെങ്കിൽ മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്യും. ആണുങ്ങളാണെങ്കിൽ ഒന്നുകിൽ ഡിവോഴ്സ് ചെയ്യും അല്ലെങ്കിൽ അവരെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തും. ഈ ഒരാളുടെ ജീവനെടുക്കാനുള്ള അവകാശം ആർക്കുമില്ല. ഈ വിവാഹബന്ധങ്ങളാകുമ്പോൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതൊരു കരാറാണ്. ഒന്നിച്ച് ജീവിക്കാമെന്നും സ്നേഹത്തോടെ ജീവിക്കാമെന്നുമുള്ളൊരു കരാർ. ഇത് സ്നേഹവും വിശ്വാസവുമാണ് നിലനിർത്തുന്നത്. ഇത് പോയി കഴിഞ്ഞാൽ ഡിവോഴ്സായിട്ട് പോകാനുള്ള ഒരവകാശം വിവാഹത്തിലുണ്ട്. പലപ്പോഴും പല നിയമങ്ങൾ കാരണം ഇത് നടക്കാറില്ല. ഒരു സ്ത്രീയുടെ പരാതിക്ക് വലിയ പ്രിവിലേജ് കിട്ടുകയും ഒരു ഭർത്താവിനെതിരെ പല രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടായി ഭർത്താവിൻ്റെ ജീവിതം തകർക്കുന്ന രീതിയിലാണ് നമ്മുടെ നിയമസംഹിതകൾ. നമ്മളൊരു സപ്പോസ് ഒരു കാര്യം ചിന്തിക്കാം. ഒരു ഭർത്താവ് ഭാര്യയ്ക്കെതിരെ കേസ് കൊടുക്കുകയാണ്, എന്നെ ഇങ്ങോട്ട് ഭാര്യ പീഡിപ്പിക്കുന്നുണ്ട്, എനിക്ക് കുടുംബത്തൊരു സമാധാനം തരുന്നില്ല, എപ്പോഴും സംശയമാണ് എന്ന് പറഞ്ഞൊരു ഭർത്താവ് പരാതി കൊടുത്താൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകില്ല. അയാൾ നാണക്കേടായിട്ട് എവിടെയെങ്കിലും കിടക്കേണ്ടി വരും എന്നല്ലാതെ. ഇനി ഒരു ഭാര്യ പരാതി കൊടുക്കുകയാണ്, ഭർത്താവ് ശരിയല്ല, എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞാൽ ആ ഭർത്താവിൻ്റെ വളരെ ഒരു വലിയ സ്വത്തടക്കം ഈ ഭാര്യയ്ക്ക് കൊടുക്കാനായിരിക്കും വിധി ഉണ്ടാവുക. പലപ്പോഴും ഭർത്താവ് ഗൾഫിൽ പോയി നയിച്ചുണ്ടാക്കിയ വീട് പോലും ഇങ്ങനെ തമ്മി തെറ്റിപ്പോകുന്ന ഭാര്യയ്ക്ക് എഴുതി കൊടുക്കേണ്ട സാഹചര്യങ്ങളുള്ള 100 കണക്കിന് കേസുകളുണ്ട്. അപ്പോൾ നിയമത്തിൻ്റെ മുൻപിൽ സ്ത്രീകൾക്ക് ഒരുപാട് പ്രിവിലേജുകൾ കിട്ടുകയും ഭർത്താക്കന്മാർ പലപ്പോഴും ഈ ഗാർഹിക പീഡനങ്ങൾ ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാർക്കുണ്ടാവലുണ്ട്.
തൊട്ടതിനും പിടിച്ചതിനൊക്കെ സംശയങ്ങൾ. ഉമ്മാനെ കാണാൻ പാടില്ല, പെങ്ങന്മാർക്ക് കാശ് കൊടുക്കാൻ പാടില്ല, കുടുംബത്തെ ചിരിക്കാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ലാതെ പെട്ടുപോകുന്ന ആണുങ്ങളുണ്ട്. ഇതിൻ്റെ പേരിൽ എവിടെയെങ്കിലും കേസ് കൊടുത്തോ അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ ഒരു ചർച്ചക്കാരെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാലോ ഈ ഭർത്താവ് ഒരു കൊള്ളരുതാത്തൊരു മോശക്കാരനെ ചിത്രീകരിക്കപ്പെടും. ഇതേ സമയത്ത് ഭാര്യയ്ക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ പ്രിവിലേജ് കിട്ടുകയും ചെയ്യും. പലപ്പോഴും ഇതാണ് സാഹചര്യം ഉള്ളതുകൊണ്ട് ചില ആണുങ്ങളൊക്കെ മർദ്ദനത്തിലാണ് ഇതിന് പരിഹാരം കാണാം. നന്നായിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ക്രൂരമായിട്ട് കൊല ചെയ്യുക. ആ പത്മരാജന് തന്നെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ തൻ്റെ ദാമ്പത്യം തകർച്ചയാണെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് മാന്യമായിട്ട് ജീവിച്ചൂടെ? ഒരാളെ കൊലപ്പെടുത്തുന്ന ക്രൂരത എന്താ ചെയ്യുന്നത് എന്നറിയോ? തനിക്ക് നീതി കിട്ടിയില്ല എന്ന തോന്നലിൽ നിന്നാണ്. 2 തരത്തിലുള്ള കൊലപാതകങ്ങളുണ്ട്. ഒരു കൊലപാതകം നടത്തി രക്ഷപ്പെട്ട് സുഖമായിട്ട് ജീവിക്കണം എന്ന് കരുതുന്ന ആളുകളുണ്ട്. അവർക്കത് ന്യായീകരിക്കാനുള്ള അവകാശം ഇല്ല. ഇവിടെ ഇയാൾ ചെയ്തത് ഇതൊക്കെ ചെയ്തിട്ട് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങാൻ അവിടെ ജഡ്ജിയും ആരാച്ചാരും ഒക്കെ ഇയാൾ തന്നെ കോടതി, ഇയാൾ തന്നെ ജഡ്ജ്, ഇയാൾ തന്നെ ശിക്ഷ നടപ്പിലാക്കിയ ഒരാൾ. അപ്പോൾ ഇത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് ആളുകൾ എത്താൻ കാരണം ഇത്തരം അനാവശ്യമായ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ സംശയരോഗങ്ങൾ. ഇതെന്തിൻ്റെ പേരിലാണെങ്കിലും പങ്കാളിക്ക് സംശയരോഗമുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് മറ്റേയാൾ മാറി നിൽക്കുക എന്നുള്ളൊരു സാമാന്യ ബോധം അവിടെ ഉണ്ടാവണം. ഈ സംശയം എന്നുള്ളതൊരു രോഗമായിട്ട് മാറി മൂർച്ഛിക്കുന്നൊരു സാഹചര്യമാണെങ്കിൽ ചികിത്സ തേടാം. ചികിത്സിച്ചിട്ടും അത് മാറുന്നില്ലെങ്കിൽ മാന്യമായിട്ട് ഗ്രേ ഡിവോഴ്സ് എന്ന് പറയും. പ്രായമായി കഴിഞ്ഞ ആളുകളുടെ ഡിവോഴ്സിന് പറയുന്ന പേരാണ് ഗ്രേ ഡിവോഴ്സ്. ആ ഡിവോഴ്സ് നടത്തിയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. അല്ലാതെ തനിക്ക് സംശയിക്കുന്ന ഒരാളെ ക്രൂരമായിട്ട് കൊലപ്പെടുത്താനുള്ള അവകാശം ഭർത്താക്കന്മാർക്കില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളത്? ഒന്ന് വഴിവിട്ട സൗഹൃദങ്ങളാണ്. 2 സ്വന്തം പങ്കാളിയോടുള്ള സ്നേഹവും സൗഹാർദ്ദങ്ങളും അവിടെ ഇല്ലാതാവാണ്. പരസ്പര വിശ്വാസങ്ങൾ ഇല്ലാതാവാൻ, സംശയരോഗം ഇതിന് ആക്കം കൂട്ടുന്ന രീതിയിലായിരിക്കും മറ്റാളുടെ പരിപാടികൾ ഉണ്ടാവുക. പിന്നെ ഞാൻ ഈ പറഞ്ഞൊരു കാരണങ്ങൾ നമ്മുടെ നിയമപരമായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും നോക്കിക്കോ, ഭർത്താവ് ഗൾഫിൽ പോയിട്ട് കുറേ സമ്പാദിച്ച് വീടൊക്കെ ഉണ്ടാക്കി ഭാര്യ നാട്ടിൽ ആരോടെങ്കിലുമൊക്കെ ബന്ധമുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഭർത്താവ് ഒരു കേസായി ഡിവോഴ്സ് ആവാൻ നിന്നാൽ ഈ സ്ത്രീ അങ്ങോട്ട് പരാതി കൊടുക്കും, തന്നെ നോക്കുന്നില്ല, തനിക്ക് ആ വീട്ടിൽ കയറണം. പിന്നെ ആ ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യ പിടിച്ച് വലിച്ചു കയറും. എന്നിട്ട് നിയമം ഈ വീട് ഈ സ്ത്രീക്കണ്ട് കൊടുക്കും. അപ്പോൾ ആ സ്ത്രീയുടെ കുറച്ച് സ്വർണ്ണം എടുത്തിട്ടുണ്ട്, മറ്റേത് ഇനി സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞാലും ഭർത്താവിൻ്റെ വളരെ വലിയൊരു സമ്പാദ്യം ഈ ഭാര്യയ്ക്ക് കൊടുത്താൽ പോലും ഡിവോഴ്സ് ആയാലും ഇത് തീരൂല, പിന്നെയും ജീവനാംശം ഇങ്ങനെ കൊടുക്കേണ്ടി വരും തന്നെയാണ്. അപ്പോൾ നിയമപരമായിട്ടൊരു പരിരക്ഷ ഇല്ല എന്നുള്ള ഈ തോന്നലിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം ക്രൂരതകൾ സംഭവിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതിനൊരു സംഭവമാണ്. ഒരുപാട് ആണുങ്ങൾ, ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളിൽ നിന്ന് മാനസിക ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കം സ്വാഭാവികമാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ പരമാവധി തർക്കങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് വരാൻ കഴിയോ? എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയോ? പരമാവധി നിങ്ങളുടെ ഒരു ലവ് ലാംഗ്വേജ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നെക്കൊണ്ട് കഴിയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വരാൻ തയ്യാറുണ്ടെങ്കിൽ മാറ്റിത്തരാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാവണം. എനിക്കെൻ്റെ ലൈഫ് സന്തോഷമായിട്ട് മുന്നോട്ട് പോകണം എന്ന് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ എന്നെ സമീപിക്കൂ. നമുക്ക് പ്രശ്നങ്ങളില്ലാത്തൊരു സന്തോഷ ജീവിതം ഉണ്ടാവട്ടെ. എല്ലാം ലഭിച്ചിട്ട് ഈ ഒരു ദാമ്പത്യം മാത്രം സന്തോഷകരമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ലൈഫിൽ ഉണ്ടാവുക? മനസ്സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ പിന്നെ എന്ത് നേടിയിട്ട് എന്താണ്? നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഡൽഹി ജുമാ മസ്ജിദിനെതിരെയും സംഘ് പരിവാർ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ടാണ് ഈ ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് അത്രേ. ആരാണ് ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ചത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.